നമസ്കാരം, ഞാൻ ഡോക്ടർ വൈശാഖ് വി കുമാർ, കിംസ് ഹെൽത്ത് കോട്ടയം ഹോസ്പിറ്റലിലെ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മളിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പുകവലിയും അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യവശങ്ങളും അതെങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാം, ആ ശീലം ഉപേക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പുകവലി വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും യൗവനത്തിലുള്ളവരും വാർദ്ധക്യത്തിലുള്ളവരും എല്ലാം ശീലിച്ചു വരുന്ന ഒരു ദുഷിച്ച അല്ലെങ്കിൽ ഒരു ചീത്തയായ ഒരു ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് പല പല മാറാ അസുഖങ്ങളും ക്യാൻസർ പോലുള്ള അസുഖങ്ങളും COPD അങ്ങനെയുള്ള പല പല അസുഖങ്ങളും ഇന്നും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഇതിനെപ്പറ്റി പല വർഷങ്ങളായിട്ടുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർ ഈ ശീലം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി ഒരു പുകവലിക്കുമ്പോൾ എന്താണ് ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ? ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഏകദേശം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുമ്പോൾ 4800 കെമിക്കൽസാണ് ആ വ്യക്തിയുടെ ശ്വാസകോശത്തിൽ അടിയുന്നത്. അതിനകത്ത് ഒരേ ഒരു കെമിക്കൽ പദാർത്ഥമാണ് നിക്കോട്ടിൻ. ആ ഒരു പദാർത്ഥം മാത്രമാണ് അദ്ദേഹത്തിന് അഡിക്ഷൻ, ആ സ്മോക്കിങ്ങിനോടോ അല്ലെ പുകവലിയോടുള്ള അഡിക്ഷൻ കൊടുക്കുന്നത്. അതിനു വേണ്ടി മാത്രം ആണ് ബാക്കിയുള്ള അത്രയും കെമിക്കൽസ് ഒരു വ്യക്തി ശ്വസിച്ച് കയറ്റുന്നത്. അപ്പോൾ അതിനകത്ത് കാഡ്മിയം, ആഴ്സനിക്, പയറിൻ, ബെൻസോപയറിൻ അങ്ങനെയുള്ള പല കെമിക്കൽസും ഉണ്ട്. ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയും ആ നിക്കോട്ടിൻ എന്നുള്ളൊരു കെമിക്കലിൻ്റെ അത് ഒരു വ്യക്തി സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ നിക്കോട്ടിൻ ബ്ലഡിൽ കയറുകയും അതുവഴി ബ്രെയിനിൽ അതിൻ്റെ എഫക്റ്റ് വരികയും ചെയ്യും. അപ്പോൾ അത് ആ ഒരു നിക്കോട്ടിൻ്റെ എഫക്റ്റ് ബ്രെയിനിൽ ചെല്ലുമ്പോൾ ഒരു കിക്ക്, ആ ഒരു കിക്കിന് വേണ്ടിയാണ് ഇത്രയും കെമിക്കൽസ് ഒരു വ്യക്തി വലിച്ചു കയറ്റുന്നത്. പിന്നെയുള്ള ഒരു മേജർ കെമിക്കൽ എന്ന് പറയുന്നത് ടാറാണ്. നമ്മൾ പല പരസ്യത്തിലും കണ്ടിട്ടുണ്ട്, ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്നൊക്കെ പറയുന്ന പരസ്യത്തിലും കണ്ടിട്ടുണ്ട്. നോർമൽ ലങ്സ് എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുകവലിക്കുന്ന ആളുടെ ശ്വാസകോശം എങ്ങനെ ഇരിക്കുന്നു, നോർമലിനേക്കാളും കുറച്ചുകൂടെ കറുത്ത കളറിലാണ് പുകവലിക്കുന്ന ഒരാളുടെ ലങ്സിനെ ചിത്രീകരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഈ സിഗരറ്റിനകത്തുള്ള ടാർ എന്ന കെമിക്കൽ കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് അത്ര വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു സിഗരറ്റ് എടുത്ത് ഒന്ന് വായിലോട്ട് വലിച്ചെടുക്കുക. പക്ഷെ ശ്വസിക്കരുത്, ജസ്റ്റ് വായിൽ മാത്രം അതിൻ്റെ പുക എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കർച്ചീഫിലോട്ടോ ഒന്ന് ഊതി നോക്കുക. അപ്പോൾ എത്രമാത്രം കറുപ്പ് കളറ് അതിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറ് അതിൽ പതിയുന്നുണ്ടെന്ന് അറിയാം. അതേപോലെ അടുത്തൊരു പഫ് എടുക്കുമ്പോൾ അത് ശ്വസിക്കുക. ശ്വസിച്ചതിന് ശേഷം വീണ്ടും പുറത്തോട്ട് ഊതുന്ന പുക ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഊതുക. തമ്മിൽ ഇപ്പം ആദ്യമേ ചെയ്തതും രണ്ടാമത് ചെയ്തതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ എത്രമാത്രം ആ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടെന്ന്. അപ്പോൾ ആദ്യമേ ചെയ്തതിൽ നിന്നും വളരെ കുറവ് മാത്രമേ രണ്ടാമത് ഊതിയ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ കാണുകയുള്ളൂ. അതിനർത്ഥം അത്രയും ടാറ് ആദ്യമേ കണ്ടതിനകത്ത് അത്രയും ടാറ് അടുത്ത പഫ് വലിച്ചപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇത് വർഷാവർഷം ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോഴാണ് പിന്നീട് അത് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളിലേക്കും വഴിമാറുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഈ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റിൽ നിന്ന് നമുക്ക് പുറത്തു വരാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്മോക്കിംഗ് ഉണ്ട്? നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബീഡിയാണ്, പിന്നെ സിഗരറ്റ്, പിന്നെ ഹുക്ക, ഇലക്ട്രിക് സിഗരറ്റ് എല്ലാം അവൈലബിൾ ആണെങ്കിലും ബീഡിയും സിഗരറ്റുമാണ് ഏറ്റവും കോമൺ, എല്ലാവർക്കും എവിടെ ചെന്നാലും കിട്ടുന്നതാണ്. പക്ഷേ ഒരു ബീഡി വലിക്കുന്ന ഒരാൾ സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും 5 ഇരട്ടി ടാറും കെമിക്കൽസുമാണ് വലിച്ചു കയറ്റുന്നത്. കാരണം അതിനകത്ത് ഫിൽറ്റർ ഇല്ല, അതിൻ്റെ പ്രിപ്പറേഷൻ അത്രയും വെൽ പ്രിസർവ്ഡ് ഒന്നും അല്ല, ഒരു നോർമൽ പ്രിപ്പറേഷനാണ്, എല്ലാം റോ ആയിട്ടാണ് അതിനകത്തെ കണ്ടൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. സിഗരറ്റ് വലിച്ചതിനേക്കാളും 5 ഇരട്ടിയാണ് ഒരാൾ ബീഡി വലിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ചെല്ലുന്ന കെമിക്കൽ പദാർത്ഥങ്ങൾ. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്മോക്കിംഗ് ഉണ്ട്? അപ്പം നമ്മൾ ആൾക്കാർ വിചാരിക്കും ടൈപ്പ് ഓഫ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജസ്റ്റ് ഒരു പഫ് എടുക്കുന്നു, അത് മാത്രമല്ല. അപ്പോൾ ചില ആൾക്കാർ നോർമൽ സ്മോക്ക് ചെയ്യുന്നവരുണ്ട്, ചിലവർ സിഗരറ്റ് കത്തിച്ചിട്ട് അത് നോർമൽ ടൈപ്പ് എടുക്കുന്നവർക്ക് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് സ്മോക്കേഴ്സ് എന്ന് പറയും. സിഗരറ്റ് കത്തിച്ചിട്ട് ആ കത്തിയ ഭാഗം വായിക്കകത്ത് വെച്ച് വലിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അതിന് സെക്കൻഡ് ഹാൻഡ് സ്മോക്കേഴ്സ്. അല്ലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കത്തുന്ന ഭാഗത്തുനിന്ന് വരുന്ന സ്മോക്ക് എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് സ്മോക്കർ എന്ന് പറയും. അത് ഫസ്റ്റിനേക്കാളും 3 ഇരട്ടി കെമിക്കൽസിൻ്റെ പ്രസൻസും അമോണിയയുടെ പ്രസൻസും കൂടുതലുള്ള സ്മോക്കാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്. മൂന്നാമതുള്ളത് തേർഡ് ഹാൻഡ് സ്മോക്ക്. അത്
എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കർട്ടൻ, ബെഡ്ഷീറ്റ്, അല്ലെ ഓഫീസ്, അവിടെയെല്ലാം ഇത് നമ്മുടെ സ്മോക്ക് എക്സൈൽ ഊതി വിടുന്ന ആ സ്മോക്കിൻ്റെ അംശങ്ങൾ കാണും. ഇതുകൊണ്ട് അവരുമായിട്ട് അടുത്ത് ഇടപെടുന്ന ആൾക്കാർ, അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെ ഓഫീസിലുള്ള സ്റ്റാഫ്, അവരിലേക്കെല്ലാം ഇതിൻ്റെ പ്രസൻസ് ചെല്ലുന്നു. അപ്പോൾ അവരൊന്നും സിഗരറ്റ് വലിക്കാതെ തന്നെ ഈ ഒരു സിഗരറ്റ് വലിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ മേജറായിട്ട് 3 ടൈപ്പാണ് സ്മോക്കിംഗ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു ശീലത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം? അപ്പോൾ ഇതിന് നമ്മൾ യൂഷ്വലി ഡോക്ടേഴ്സിനിടയ്ക്ക് പറയാറുള്ളത് 5A ആണ്, 5 A's. ഒന്ന് ആസ്ക്. ആസ്ക് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് സ്മോക്കിംഗ്, അയാളുടെ പാറ്റേൺ എന്താണ്, എത്ര സിഗരറ്റ് വലിക്കുന്നു. പിന്നെ അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കാൻ നോക്കുന്നു. അവർക്ക് ഇതിൽ നിന്ന് മാറാനുള്ള ചികിത്സകളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് അസസ്. അസസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സിനടുത്ത് വരുന്ന ആ ഒരു വ്യക്തിക്ക് സ്മോക്കിങ്ങിൽ നിന്ന് പുറത്തു വരാൻ എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നമ്മൾ അസസ് ചെയ്യുന്നു. 4ാമത്തേതിനകത്ത് അസിസ്റ്റ്. അസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്കുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് അഡ്വൈസുകൾ കൊടുക്കുക, ബിഹേവിയറൽ തെറാപ്പി അഡ്വൈസ് ചെയ്യുക. 5ാമതുള്ളത് അറേഞ്ചാണ്. 5ാമത് അറേഞ്ച് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ട നിക്കോട്ടിൻ തെറാപ്പിയുടെ മരുന്നുകൾ, ഇവർക്ക് വേണ്ട പാംപ്ലെറ്റ്സ്, ബുക്സ്, ഇതിൽ നിന്നുള്ള ഗൈഡ് ലൈൻസ്, പുറത്തു വരാനുള്ള ഗൈഡ് ലൈൻസ്, ഇതെല്ലാം അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാം അവർക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ഉത്തേജനമാകും. ഓക്കെ, ഇങ്ങനെ 5 A's ആണ് നമ്മൾ ഡോക്ടർമാർ യൂഷ്വലി ഫോളോ ചെയ്യാറുള്ളത്. അപ്പം ഇനി എങ്ങനെ നമുക്ക് സ്മോക്കിങ്ങിൽ നിന്ന് പുറത്തു വരാമെന്ന് ചിന്തിക്കാം. അപ്പം ഇതിന് ആദ്യം വേണ്ടത് ആ വ്യക്തിയുടെ, അല്ല ആ ഒരു പേഷ്യൻറ്റിൻ്റെ മനസാന്നിധ്യമാണ്. നമ്മൾ എത്രയൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാലും സ്വയം ഒരു ചിന്തയുണ്ടായി എനിക്ക് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ളൊരു ഉള്ളിൽ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു വിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഏതൊരു വ്യക്തിയെയും സ്മോക്കിംഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മൾ ആദ്യമേ കൊടുക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നാണ്. അതിനകത്ത് കൗൺസിലിംഗ് ഉണ്ട്, സിംഗിൾ 1-on-1, അതായത് ഒരു കൗൺസിലറും പേഷ്യൻറ്റും മാത്രമുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്, ടെലിഫോണിക് കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനെ കുറേ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അതുവഴി പേഷ്യൻറ്റിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ സ്മോക്കിംഗ് നിർത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസ് എങ്ങനെ തരണം ചെയ്യാം, അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട്, ഫാമിലിക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ ചെയ്യാം എന്നുള്ളത് അവരെ പഠിപ്പിക്കുക. അതൊക്കെയാണ് ഈ കൗൺസിലിംഗ് സെക്ഷനിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഉള്ള 2ാമത്തെ മേജർ തെറാപ്പി നമ്മളിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിഗരറ്റ് വലിക്കുന്നതിനകത്തെ ആ കെമിക്കൽസിൽ നിക്കോട്ടിൻ എന്നുള്ളൊരു പദാർത്ഥം മാത്രമാണ് ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു നിക്കോട്ടിൻ കിട്ടാൻ വേണ്ടിയാണ് ആ വ്യക്തി ഇത്രയും കെമിക്കൽസ് ശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നിക്കോട്ടിൻ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ എല്ലാ ഫാർമസികളിലും പല രീതിയിലുള്ള നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ് അവൈലബിൾ ആണ്. ചൂയിങ്ഗമായിട്ട്, അല്ലെങ്കിൽ മുട്ടായി പരുവത്തിൽ, അല്ലെങ്കിൽ പാച്ചസ് ആയിട്ട്, അല്ലെങ്കിൽ പാസ്റ്റൈൽസ് ആയിട്ട്, ഇപ്പോൾ പുതിയതായിട്ട് നേസൽ സ്പ്രേയും വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്യാം. അവർക്ക് ഒരു നിക്കോട്ടിൻ ഗം എന്ന് പറയുന്നത് 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസം ഒരു 10 ചൂയിങ്ഗം വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് കണക്ക്. പക്ഷേ ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട്, ഒരു പൾമനോളജിസ്റ്റിനെയോ ഒരു ഫിസിഷ്യനെയോ കണ്ട് വേണ്ട ഡോസ് എത്രയാണ് എന്ന് അറിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ചിലവരുണ്ട് ഡോക്ടർമാരൊന്നും കാണാതെ നേരെ ഫാർമസിയിൽ പോയി ഒരു നിക്കോട്ടിൻ ഗം മേടിച്ച് കഴിക്കുന്നു. അവസാനം നിക്കോട്ടിൻ ഗമ്മും യൂസ് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ അവർ സിഗരറ്റും യൂസ് ചെയ്യും. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അവരോട് ഞാനെല്ലാം ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് അതുകൊണ്ടൊരു ഗുണവും കിട്ടിയില്ല എന്ന് പറയും. പക്ഷെ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞത് ചൂയിങ്ഗമാണ്. എല്ലാ ഫാർമസികളിലും അവൈലബിൾ ആണ്. പക്ഷേ അതിനൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് മേടിച്ചതിന് മാത്രം അത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ നമുക്ക് ഫാർമക്കോളജിക്കൽ തെറാപ്പി, അതായത് ഗുളികകളുണ്ട് നമുക്ക് സ്മോക്കിംഗ് നിർത്തുന്നതിനുള്ള
പല പല ഗുളികകൾ അവൈലബിൾ ആണ്. പക്ഷെ അതിനും റെഗുലറായിട്ടൊരു ഡോക്ടറുമായിട്ട് ഫോളോ അപ്പ്, ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റായിട്ട് ഒരു ഫോളോ അപ്പിൽ വേണം. അതിന് അളവ് ചെറിയ ഡോസിൽ തുടങ്ങി ഫുൾ ഡോസിലായി മാസങ്ങൾ, ചിലപ്പോൾ 1-2 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു സ്മോക്കിങ്ങിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇതിനെല്ലാം മുഖ്യമായിട്ട് മനസാന്നിധ്യമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പേഷ്യൻറ്റിന് സ്വന്തമായിട്ടൊരു ചിന്ത ഉണ്ടാവണം. എനിക്ക് ഈ ഒരു ഹാബിറ്റിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു തെറാപ്പിയും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, സ്മോക്കിങ്ങിന് മെയിനായിട്ട് നമ്മൾ നിക്കോട്ടിൻ എന്ന പദാർത്ഥമാണ് സ്മോക്കിങ്ങിന് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ആ ഒരു അഡിക്ഷന് വേണ്ടി മാത്രം നമ്മൾ ഓരോ സിഗരറ്റ് വലിക്കുമ്പോൾ, ഒരു സിഗരറ്റ് ശരാശരി 10 പഫ് എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഓരോ സിഗരറ്റ് അല്ലെ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുമ്പോൾ 4800ഓളം കെമിക്കൽസ്, അതിൽ മോർ ദാൻ 250, ഒരു 250 മേളിലുള്ള കെമിക്കൽസും ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. അത്രയും കെമിക്കൽസ് നമ്മൾ ശ്വസിച്ച് കയറ്റുന്നു നമ്മുടെ ശ്വാസകോശത്തിന്. അതുമൂലം പല പല അസുഖങ്ങൾ, COPD, ക്യാൻസർ, ILDs, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, അങ്ങനെ പല അസുഖങ്ങൾ വന്നു ചേരുന്നു നമ്മൾ. എന്നിട്ടും ഇതിൽ നിന്ന് വിട്ടുവരാനോ മുക്തരാവാനോ ശ്രമിക്കുന്നില്ല. യൗവനത്തിലുള്ള വ്യക്തികൾ, അതായത് യങ്സ്റ്റേഴ്സ് വീണ്ടും വീണ്ടും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രോപ്പർ തെറാപ്പി അവൈലബിൾ ആണ്, സക്സസ്ഫുൾ തെറാപ്പി അവൈലബിൾ ആണ്. അതിന് ഒരു ഡോക്ടറിൻ്റെ, ഒരു പൾമനോളജിസ്റ്റിൻ്റെ പ്രോപ്പർ കൺസൾട്ടേഷനും അഡ്വൈസും എല്ലാം വാങ്ങി അതിനനുസരിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മരുന്നുകൾ എടുക്കുകയും എക്സസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു പുതിയ ഹോബി കണ്ടുപിടിക്കുകയും ചെയ്ത വഴി നമുക്ക് ഈ ഒരു ദുഷിച്ച ശീലത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നമസ്കാരം.